നിയുക്ത കർദിനാൾ ജോർജ് കൂവക്കാടിന്റെ സ്ഥാനാരോഹണത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ മാർപ്പാപ്പയാണ് ആർച്ച് ബിഷപ്പ് ജോർജ് കൂവക്കാടിനെ കർദിനാളായി ഉയർത്തുക. വത്തിക്കാനിൽ നിന്നും 24 ഫാദർ പ്രിൻസ് തെക്കേപ്പുറം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഇന്ന് പുതുതായി 21 കർദിനാളന്മാരെ ചേർക്കുന്ന ചടങ്ങിന് പറയുന്ന പേര് കൺസിസ്റ്ററി എന്നാണ്. പുതുതായി കർദിനാൾ സംഘത്തിലേക്ക് നിയുക്തരായിരിക്കുന്ന എല്ലാവരും മാർപ്പാപ്പയുടെ ഉപദേശക സമിതി കൂടിയായ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ അധികാരവും അർഹതയുമുള്ള ഈ സംഘത്തിലേക്ക് ചേർക്കുന്ന തിരുക്കർമ്മത്തിന് പറയുന്ന പേരാണിത്. ഇന്ന് മാർപ്പാപ്പയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ഈ ചടങ്ങിൽ ആദ്യം തന്നെ 21 പുതിയ കർദിനാളന്മാരെയും പേര് വിളിച്ച് മാർപ്പാപ്പയുടെ മുന്നിൽ അവർ പ്രസൻറ്റ് ചെയ്യപ്പെടും. അതിനുശേഷം അവർ ഓരോരുത്തരായി അവരുടെ കത്തോലിക്ക വിശ്വാസവും മാർപ്പാപ്പയോടുള്ള വിധേയത്വവും ഏറ്റുപറയും. തുടർന്നാണ് മാർപ്പാപ്പ ഇവരെ സ്ഥാനീയ ചിഹ്നങ്ങൾ അണിയിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ്: അവരുടെ തലപ്പാവും അവരുടെ മോതിരവും. കർദിനാളന്മാർ അണിയുന്നത് ചുമന്ന വസ്ത്രമാണ്. ചുവപ്പ് കളറ് സൂചിപ്പിക്കുന്നത് ആദിമ കത്തോലിക്ക സഭയിലുണ്ടായിരുന്ന രക്തസാക്ഷികളുടെ ഓർമ്മയാണ്. അതുപോലെ തന്നെ അവരുടെ സ്ഥാനീയ മോതിരം, അവരെ മോതിരം അണിയിക്കുന്നത് കത്തോലിക്ക സഭയോടും മാർപ്പാപ്പയോടുമുള്ള അവരുടെ വിധേയത്വം സൂചിപ്പിക്കാനാണ്. അതുപോലെ തന്നെ ഓരോ കർദിനാളന്മാർക്കും ഒരു സ്ഥാനീയ രൂപതയുണ്ടായിരിക്കും. അവർ കർദിനാൾ സംഘത്തിൽ അംഗമാണെങ്കിലും ഔദ്യോഗികമായ ഓഫീസ് നിർവഹണത്തിൽ അവരായിരിക്കുമെങ്കിലും അവരുടെ ശുശ്രൂഷ നിർവഹണത്തെ സൂചിപ്പിക്കുന്നതിനും അവരെ അത് നിരന്തരം ഓർമ്മിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. നമ്മുടെ കർദിനാളായ ജോർജ് കൂവക്കാടിന് ലഭ്യമായിരിക്കുന്നത് കൽദായ സഭയിലെ നിസിബിസിൽ രൂപതയാണ്. ഈ കാര്യങ്ങളാണ് ഇന്ന് വൈകുന്നേരത്തെ കൺസിസ്റ്ററിയിൽ വത്തിക്കാൻ ബസിലിക്കയ്ക്കുള്ളിൽ നടക്കുന്നത്.